അപ്പോൾ ഇന്നത്തെ പരിപാടി എൻ്റെ തോട്ടത്തിൽ കൂവ പറിയാണ്. കൂവ പറിക്കണ സമയമൊക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കാം നിങ്ങൾ, പക്ഷേ സമയം കഴിഞ്ഞു. എന്നാലും ഇവിടെ ചെനക്കത്തൂർ പൂരം വിരുന്നുകാരും ഒക്കെ ആയിട്ടേ അത് പറിക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ മക്കൾ നാട്ടിൽ വന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ കൂവ പറി നടന്നില്ല. കുറച്ചേ ഉള്ളൂ ചാക്കിൽ കൂവ. ചാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിലും കിഴങ്ങൊക്കെ നിലത്ത് പോയിട്ട് ചാക്കിൻ്റെ അടിയിൽ കൂടെ പോയി നിലത്തിറങ്ങിയിട്ട് നല്ല പാതാളത്തിൽ തോണ്ടും പോലെ സ്വർണ്ണക്കനി എടുക്കും പോലെ ഖനനം ചെയ്തെടുത്തുകൊണ്ടിരിക്കുക ഞാൻ. കുറച്ചേ ഉള്ളൂ എന്നാലും ഇതേപോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ തല തന്നെ കിട്ടിയില്ല, ഇത്രേ കിട്ടിയിട്ടുള്ളൂ. എല്ലാം ഇതുപോലെയൊക്കെ ഇതൊക്കെ അടുത്ത വർഷത്തേക്ക് ചെടിയാവാനുള്ളതാണ്. ഈ മൂട് മാത്രം എടുക്കും. അതുപോലെയൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കണം. അപ്പോൾ അതിനെയൊക്കെ കൈക്കോട്ടുകൊണ്ട് കളിച്ചാലൊന്നും കിട്ടില്ല. ഇന്നത്തെ കുട്ടികൾക്ക് കൂവ എന്താണെന്നറിയില്ല. ഇതാണ് കൂവ ചെടി. ഇതിൽ കിഴങ്ങുണ്ടാവും. കൂവയുടെ ഇല ഇതൊക്കെ അടുത്ത പ്രാവശ്യം നട്ടാൽ ഇതിനെ കുറച്ച് ചാക്കിൻ്റെ അടിയിൽ പഴയ തുണികളോ ചകിരിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചപ്പലി മണ്ണും ഒക്കെ ചാക്കിൽ നിറച്ചിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട കൂവ കിട്ടും. അപ്പോൾ അതിനേതാ ഇത്തിരി സ്ഥലത്താണ് എല്ലാം റെഡിയാക്കി ഇവിടെയാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാക്കിന്ന് അടിയിലേക്ക് ഇങ്ങനെ വേറെ ഇറങ്ങി ഇതുപോലെ വേറെ ഇറങ്ങിപ്പോയിട്ട് ഒക്കെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ട്. ഇതേപോലെയൊക്കെ പുഴക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാക്കൊക്കെ അവിടേക്ക് വലിച്ച് ഇട്ടിട്ടുണ്ട്. ചാക്ക് ഇതുപോലെ കൈക്കോട്ട് കൊണ്ട് കളിച്ചാലൊന്നും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കമ്പിപ്പാര കൊണ്ടാണ് ഇതിനെ എല്ലാം പുഴക്കിയെടുക്കണത്. അതാണ് എളുപ്പം. ചെറിയൊരു കമ്പിപ്പാര വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം. നമ്മൾ ഒന്നിനെ എടുക്കാൻ പോയി അതിൻ്റെ അടിയിൽ ഇതാ വേറെ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇത് വേറെ ഒന്നുണ്ട്. കുറച്ച് സ്ഥലമുള്ളൂ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ നെല്ലിയുടെ ചുവട്ടിലാണ്. നെല്ലി ഇവിടുന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. 2 വർഷമായതേ ഉള്ളൂ. നെല്ലിത്തയ്യ് ബഡ് തയ്യ് വെച്ചതാണ്. അങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു കൊമ്പായിട്ടാണ് പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊമ്പ് വരുമ്പോൾ ഓരോ കൊമ്പിന് ഇങ്ങനെ പൊട്ടിച്ച് കളയുക. അപ്പോൾ ഈ പൊട്ടിച്ച ഭാഗത്ത് കത്തി കൊണ്ട് വേണമെങ്കിലും കട്ട് ചെയ്യുക. അപ്പോൾ ഈ പൊട്ടിച്ചതിൻ്റെ ചുവട്ടിൽ 2-3 കൊമ്പ് വരും. അതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ റൗണ്ടായിട്ട് പടർന്ന് നിൽക്കുന്നുണ്ട്.